റോഡരികിൽ തുടർച്ചയായി മാലിന്യ നിക്ഷേപം നടത്തിയ ഹോട്ടൽ ഉടമയ്ക്ക് 1,00,000 ലക്ഷം രൂപ പിഴ. തലശ്ശേരി കുയ്യാലിയിലെ റോഡരികിൽ മാസങ്ങളായി മാലിന്യം തള്ളിയ സ്ഥാപന ഉടമയ്ക്കാണ് തദ്ദേശ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയത്. 2 ദിവസമായി നടത്തിയ പരിശോധനയിലാണ് റോഡരികിൽ 20 മീറ്ററോളം നീളത്തിൽ വ്യാപകമായി ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ നിന്നുള്ള മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. കൊളശ്ശേരിയിലെ ആപ്പി ഫുഡ് ആൻഡ് ഗ്രിൽ പോയിന്റ് എന്ന സ്ഥാപന ഉടമ ഹാരിസ് മരക്കാരനാണ് സ്ക്വാഡ് പിഴ ചുമത്തിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും തലശ്ശേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ചേർന്ന് മാലിന്യത്തിന്റെ 10-ലധികം ചാക്കുകെട്ടുകൾ തുറന്നു പരിശോധിച്ചാണ് തെളിവുകൾ കണ്ടെത്തിയത്. ജൈവ അജൈവ മാലിന്യങ്ങൾ പല പ്ലാസ്റ്റിക് കവറുകളിലാക്കി കൂട്ടിക്കെട്ടി ചാക്കിൽ നിക്ഷേപിച്ചത് പുഴുവരിച്ച് ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു. റോഡരികിൽ തള്ളിയ അതേ രൂപത്തിലുള്ള ചാക്കുകളിൽ അന്നേ ദിവസം വലിച്ചെറിയാനായി സൂക്ഷിച്ചുവെച്ച 2 ചാക്കുകളും കൊളശ്ശേരിയിലെ സ്ഥാപനത്തിൽ നിന്നും സ്ക്വാഡ് കണ്ടെത്തി. വൃത്തിയായി സൂക്ഷിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാവുന്ന പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ മാലിന്യങ്ങളും ഒരുമിച്ച് കവറുകളിൽ ആക്കിയാണ് സൂക്ഷിച്ചിരുന്നത്. 25,000 രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് തലശ്ശേരി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് മാലിന്യം വീണ്ടെടുത്ത് തരംതിരിച്ച് സംസ്കരണത്തിനായി കൈമാറുവാൻ സ്ക്വാഡ് ഹോട്ടലുടമയ്ക്ക് നിർദ്ദേശവും നൽകി. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ എം ലജി, KR അജയ്കുമാർ, ശരികുൽ അൻസർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വി വീണ, കണ്ടീജന്റ് ജീവനക്കാരായ PK ശശിധരൻ, രാജീവൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.